ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. മോർണിംഗ് റുട്ടീനുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. കാരണം കുറച്ചധികം നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിയുവാണെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറാൻ പറ്റും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത്. അതായത് ഒരു 6:30 ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ പണി കഴിയുള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ടൈമിംഗ് വന്നിട്ട് 8 to 5 ആണ്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ ഡ്യൂട്ടിയിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യമേ തന്നെ ഫ്രിഡ്ജിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഞാനിന്ന് വിചാരിക്കുന്നത് നമുക്ക് പാലക്ക് റൊട്ടി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ പാലക്ക് റൊട്ടിക്കുള്ള പാലക്ക് ഞാൻ പുറത്തിറക്കി വെച്ചു. അതുപോലെ ഞാൻ അതിനുവേണ്ടി കറി ഉദ്ദേശിക്കുന്നത് ചെറുപയറാണ്. പക്ഷേ ചെറുപയർ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നുപോയി. സോ അത് കുതിരാൻ വേണ്ടി ഞാനിപ്പോൾ എന്താ ഒരു ട്രിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ മൂടി വെച്ചാൽ ആ സംഭവം നന്നായിട്ട് കുതിർന്ന് കിട്ടും. അങ്ങനെ അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തോരൻ ഉണ്ടാക്കാൻ ആദ്യം പയറാണ് വിചാരിച്ചത്. പക്ഷേ പയർ ഇനിയും കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കുറേ സമയം എടുക്കും. തലേന്ന് തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇത് ഞാൻ തലേന്ന് ചെയ്തില്ല. തലേന്ന് ഭയങ്കര തലവേദനയായിരുന്നു. നല്ല പ്രാസമല്ലേ. ഓക്കെ, തലേന്ന് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പാലക്ക് റൊട്ടിക്ക് വേണ്ടിയുള്ള പാലക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക കഴുകിയെടുക്കാൻ നോക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഇലയൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ഞാൻ ഇല മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം തണ്ടെടുത്താൽ ചിലപ്പോൾ ഈ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. സോ ഞാൻ ആദ്യം ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ചെറുപയറിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ മൂടാൻ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ ലൂസായി എൻ്റെ ഇടയിൽ കൂടെ ആ ഹോളില്ല, അതിൽ കൂടെ ഇങ്ങനെ എയർ പോവും. അതായത് ചൂട് പോവും. ചൂട് തങ്ങി നിന്നാലാണ് ആ സംഭവം പെട്ടെന്ന് വേവുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പാലക്ക് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ അതിലെ എന്തിനോ വേണ്ടി ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണണം. എനിക്കറിയില്ല എന്തിനാണെന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളറ് മാറാതിരിക്കാനോ അതോ പിന്നെ കാൽസ്യത്തിന് അബ്സോർപ്ഷൻ കൂട്ടാനോ അങ്ങനെ എന്തൊക്കെയാണ്, ഞാൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഇതൊന്നും എനിക്ക് തലയിൽ മണ്ടയിൽ വന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണതാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. കുറച്ച് ദിവസമായി പാലൊക്കെ വാങ്ങിച്ച് ഇരിക്കുന്നുണ്ടായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ടായി. കൂടെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചപ്പാത്തിയൊക്കെ നോർമലി കഴിക്കണമെങ്കിൽ നല്ലത് കളർഫുള്ളായി കാണുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ, കഴിക്കാനൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞാൻ പിന്നെ അത് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായല്ലോ, അതൊന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ആ അരച്ച ആ ഒരു ലിക്വിഡാണ് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് അല്ല, നല്ല വെള്ളം പോലെ കുറച്ച് നമ്മൾ എത്രത്തോരം വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാകുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് 1 ഗ്ലാസ് ആ ഒരു പാലക്കിൻ്റെ ജ്യൂസ് എടുത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ചപ്പാത്തി മേക്കറിലാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം നമ്മൾ സാധാ പരത്തുന്നതിനൊക്കെ കുറച്ചുകൂടി വെള്ളം കൊടുക്കണം. എങ്കിലാണ് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. എങ്കിലാണ് നല്ല രീതിയിൽ നമ്മുടെ ചപ്പാത്തി മേക്കറിൽ പരന്നു വരുള്ളൂ. നമുക്ക് ഈ ഗ്രീൻ കളർ ഇടുമ്പോൾ തന്നെ നല്ല രസമില്ലേ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാൻ ഇന്നിട്ടേക്കുന്ന എല്ലാവിധ സംഭവങ്ങളും ഗ്രീനിലാണ്. ഒന്ന് നമുക്ക് ഗ്രീൻ കളറ് പാലക്ക ഉണ്ട്, ചെറുപയറുണ്ട്, ഞാൻ ഇട്ടേക്കണ ഏപ്രോൺ ഉണ്ട്, പിന്നെ ഞാൻ ഇട്ടേക്കണ ഷോളുണ്ട്. ഇതൊക്കെ ഗ്രീനാണ് കേട്ടോ. ഇതൊക്കെ കോയിൻസിഡൻ്റായി വന്നതാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് കുറച്ച് സമയം എടുക്കും. അതായത് ഈ സംഭവം ഒന്ന് ചൂടായി വരാൻ, നമ്മുടെ എന്താണ് ചപ്പാത്തി മേക്കർ ചൂടായി വരാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ പണികൾ കേട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാരറ്റ് അല്ല, നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സവാള കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ ചോപ്പറിലാണ് കേട്ടോ ഇത് നല്ല ചോപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല ഫൈനായിട്ട്, നല്ല ഫൈനല്ല, ഒരു ചെറിയ ഇതായിട്ടാണ്, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ബീട്രൂട്ട് എടുക്കൽ. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ സമയമൊക്കെ എടുക്കൂലേ. അപ്പോൾ അങ്ങനെ ബീട്രൂട്ടിൻ്റെ കാര്യം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പയറൊക്കെ അരമണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം നന്നായി സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾ തലേന്ന് ഇതുപോലെ കുതിർക്കാൻ മറന്നുപോയ ഇതേപോലത്തെ ഐഡിയ ഒക്കെ നമുക്ക് പ്രയോഗിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. എന്ത് രസം നോക്ക്, നല്ല കളറായിട്ട്, നല്ല ഗ്രീൻ കളറായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കഴിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു പാലക്കിൻ്റെ കുത്തലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മാത്രം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ചെറുപയർ വേവിക്കാനാക്കി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ചെറുപയർ ഒരു സ്ഥലത്ത് വേവാൻ വേണ്ടി വെച്ച് അതിൻ്റെ എയർ പോകുമ്പോഴത്തേനും ഞാൻ ബാക്കിയുള്ള സംഭവങ്ങൾ അതായത് മറ്റേ അതിൻ്റെ ഒന്ന് ഗ്രേവി ആക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞേക്കണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീനിങ് നടത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ബേർഡൻ ആയിട്ട് അതവിടെ കിടക്കില്ല. ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാവും, അല്ല രാത്രിയൊക്കെ ആവുമായിരിക്കും പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കാൻ. അങ്ങനെ നമ്മുടെ എല്ലാ പണികളും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരി മാത്രമാണ് ഇടാനുള്ളത്. അത് അജുക്കാൻ്റെ ഡ്യൂട്ടിയാണ്. അത് അജുക്കാക്ക് വേണ്ടി വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ 2 മുട്ട കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഒരു 8:36 കഴിയുമ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞേക്കണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, അതുപോലെ കറികൾ 2 ഉണ്ടാക്കി. പിന്നെ എന്താ ചോറിൻ്റെ പണി ഞാൻ പറഞ്ഞില്ല, അജുക്കാൻ്റെ ഡ്യൂട്ടിയാണ്. അത് അജുക്കാക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആൾ കിടന്ന് ഉറങ്ങുവാണ്. ആൾ ഇന്നലെ കളി കഴിഞ്ഞിട്ട് ലേറ്റായി കിടക്കാൻ, മീൻസ് രാവിലെ നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങണം. 11 o'clock ആൾക്ക് പോകേണ്ടത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ എൻ്റെ പണികളൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി, അങ്ങനെ അതെല്ലാം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിനി ഡ്യൂട്ടിയിൽ കയറാൻ പോവാണ്. ഒരു 9 o'clock ആകുമ്പോഴത്തേനും എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനു മുന്നേ എല്ലാം ഞാൻ സെറ്റപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വരും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അജുക്ക എഴുന്നേറ്റിട്ട് അജുക്കാനൊപ്പം കഴിക്കാനാണ് എൻ്റെ പ്ലാന്. കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ഇതുപോലെ കറക്റ്റായിട്ട് വന്ന് മീറ്റിംഗൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫുൾ ഒരു ഹറിബറി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു സമാധാനത്തിൽ വന്ന് വർക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ആൾ എഴുന്നേറ്റു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പം ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ചെറുപയർ കറിയും, പിന്നെ ഒരു മുട്ട കൂടി, ഒരു കോഴിമുട്ട പുഴുങ്ങിയത്. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.